നേരത്തെ സ്വാസിക വേർതിരിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രിയേറ്റീവ് സ്പേസും പേഴ്സണൽ സ്പേസും. ഇപ്പോൾ രണ്ടിലും ഷൈൻ ടോം ചാക്കോ നമ്മുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയി നിൽക്കുകയാണ്. ക്രിയേറ്റീവ് സ്പേസിൽ ഇങ്ങനെയൊക്കെ പെരുമാറി എന്നാണ്, അതായത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇങ്ങനെ പെരുമാറി എന്നാണ് വിൻസി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലൊരു പ്രധാന ചോദ്യമുണ്ട്, ഈ ക്രിയേറ്റീവ് സ്പേസ് ഈ വിധത്തിൽ ആയിപ്പോകാതിരിക്കാൻ ചലച്ചിത്ര സംഘടനകളും എല്ലാവരും കുറെ കൂടി ജാഗ്രത കാട്ടേണ്ടേ? ഇപ്പോൾ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചു കൊണ്ടുവന്ന് ഈ ക്രിയേറ്റീവ് സ്പേസിനെ ഇങ്ങനെ കൺവെർട്ട് ചെയ്യപ്പെട്ടാൽ ഇങ്ങനെ ആക്കി തീർക്കരുത് എന്ന നിലയിൽ സ്റ്റെപ്സ് വേണ്ടേ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും. കാരണം ഓൾറെഡി ക്രിയേറ്റീവ് സ്പേസിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതൊക്കെ പല സ്ഥലത്ത് പല സമയത്ത് ഓരോ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനിയാണെങ്കിലും അങ്ങനെ ഉണ്ടാവാതിരിക്കണം. കാരണം ആൺപെൺ വേർതിരിവില്ലാതെ നമുക്ക് ഇപ്പൊ പെൺകുട്ടിക്ക് മാത്രം ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പല ആണുങ്ങൾക്കും അതായത് പുകവലിക്കും മദ്യപിക്കാത്തൊക്കെ ഒരുപാട് ആൺകുട്ടികൾ വർക്ക് ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. അപ്പൊ അവർക്കും ചിലപ്പം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പൊ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആ ഒരു രീതിയിലേക്ക് ഈ ക്രിയേറ്റീവ് സ്പേസ്, അതായത് ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ, രാവിലെ നമ്മൾ 9 മണി മുതൽ രാത്രി 12 മണി വരെ ആ സ്ഥലത്തായിരിക്കും നിൽക്കുക. അപ്പൊ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ഒരുപാട് അഭിനയിക്കുക മാത്രമല്ല, നമ്മൾ പേഴ്സണലി ആണെങ്കിലും നമ്മൾ ഇരിക്കുകയും സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. അപ്പൊ അവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ പാടില്ല. അല്ലാതെ അവരവരുടെ പേഴ്സണൽ ലൈഫിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും എൻജോയ് ചെയ്യാം. അപ്പോൾ അത് വളരെ ശക്തമായിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡയറക്ടേഴ്സും അല്ലെങ്കിൽ താരസംഘടനയായിക്കോട്ടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതിന് കൃത്യമായിട്ടുള്ള ഒരു ലിമിറ്റ്, ഒരു ബൗണ്ടറി എന്തായാലും ഉണ്ടാക്കണം. റൈറ്റ്. വളരെ ക്ലാരിറ്റിയോടുകൂടിയുള്ള ഒരു സ്റ്റാൻഡാണത്. മുമ്പ് പറഞ്ഞ പേഴ്സണൽ സ്പേസുമായി ബന്ധപ്പെട്ട് കൂടി ഒരു കാര്യം, പേഴ്സണൽ സ്പേസിലാണ് എന്ന് തന്നെ മനസ്സിലാക്കിയാണ് ഞാൻ സ്വാസിയോട് പറയുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ പേഴ്സണൽ സ്പേസിൽ അയാൾ പോലീസിനെ കണ്ട് ഇറങ്ങി ഓടി ചാടി രക്ഷപ്പെട്ട് ഇപ്പോൾ ഒളിവിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പേഴ്സണൽ സ്പേസ് ഇന്നിപ്പോൾ വലിയൊരു വാർത്തയും പ്രശ്നവുമായി നിൽക്കുക കൂടിയാണ് സ്വാസിക. ഞാനിപ്പോ അങ്ങനത്തെ വാർത്തകൾ കേട്ടിട്ടില്ല, ഞാൻ നാട്ടിലില്ല, അതുകൊണ്ട് ഞാൻ ന്യൂസ് കണ്ടിട്ടില്ല. അങ്ങനെയും ഒരു വലിയ വാർത്തയുണ്ട്. അതായത് പോലീസിനെ കണ്ട് ഭയന്ന് ഇന്നലെ രാത്രി താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടി, പിന്നീട് ഇന്നേ വരെ ആളെ കണ്ടിട്ടില്ല. അങ്ങനെ കൂടി ഒരു വലിയ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. പേഴ്സണൽ സ്പേസിലാണ് നടന്നത്, ക്രിയേറ്റീവ് സ്പേസിലല്ല. പക്ഷേ അതിപ്പോൾ ഒരു പബ്ലിക് ഇഷ്യൂ ആയി നിൽക്കുകയാണ്, ഒരു വലിയ വാർത്തയായി നിൽക്കുകയാണ്. ഞാൻ അതുകൊണ്ട് സംസാരിച്ചു എന്ന് മാത്രം. മനസ്സിലായി. ഓക്കെ, താങ്ക് യു.